ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഥമഘട്ടം തുടങ്ങുന്നതിന് മുൻപ് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രകടന പത്രിക അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ന്യായ് പത്രിക എന്ന പ്രകടന പത്രികയിലൂടെ ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ധാർമ്മികവും സാൻമാർഗികവുമായ ഇന്ത്യയുടെ തനത് സംസ്കാരത്തെ ശിഥിലമാക്കാൻ പോകുന്ന തരത്തിൽ സ്വവർഗ ബന്ധങ്ങളെ നിയമപരമാക്കും എന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത്. പത്രികയിലെ ഒന്നാം സെഷനിൽ തന്നെയാണ് സ്വവർഗ യൂണിയനുകൾക്ക് നിയമപരമായ അംഗീകാരം നൽകും എന്ന് കോൺഗ്രസ് ഊന്നിപ്പറയുന്നത്. ലോകത്ത് 36 രാജ്യങ്ങളാണ് സ്വവർഗ വിവാഹങ്ങളെ നിയമവിധേയമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയത് ഗ്രീസാണ്. ആ പട്ടികയിലേക്ക് ഇന്ത്യയെയും കൊണ്ടുവരിക എന്നതിൻ്റെ ആദ്യ പടിയായാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇത്തരം തുല്യതാ വാഗ്ദാനങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തിന്മയാണ് സോദോം ഗൊമോറ പട്ടണങ്ങളുടെ ന്യായവിധിക്ക് കാരണമായ സൊദോമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വവർഗ ഭോഗം. ആ മ്ലേച്ഛതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ഇത്തരത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നവരുടെ തെറ്റായ ചിന്തകളും പ്രേരണകളുമാണ്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഈ വാഗ്ദാനത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് വിരാജിക്കുന്ന നേതാക്കന്മാരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടിയിരിക്കുകയാണ്. സ്വവർഗ വിവാഹം കുറ്റകരമല്ലെന്ന 2011 സുപ്രീം കോടതി വിധിയെ തുടർന്ന് സ്വവർഗ വിവാഹത്തിന് കളമൊരുക്കാൻ വന്ന ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിലപാട് ആരാഞ്ഞപ്പോഴും അതിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നിലകൊണ്ടതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവകോപം വിളിച്ചു വരുത്തുന്ന മാരക പാപമായ സ്വവർഗ ഭോഗവും സ്വവർഗ വിവാഹവും ഇന്ത്യയിൽ നിയമവിധേയം ആകാതെ പോയത്. സ്വവർഗ വിവാഹങ്ങളെ ഭർത്താവ്, ഭാര്യ, കുട്ടികൾ എന്ന ഭാരതീയ കുടുംബ സങ്കല്പവുമായി താരതമ്യപ്പെടുത്താൻ ആവില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. കഴിഞ്ഞ ഒക്ടോബറിൽ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള സമാന ചിന്താഗതിക്കാരുടെ ഹർജി പരിഗണിച്ചപ്പോൾ ബെഞ്ചിലെ ഭൂരിപക്ഷ അംഗങ്ങളും അതിനെ ശക്തമായി എതിർത്ത് മാനവികതയ്ക്കും ക്രൈസ്തവ മൂല്യങ്ങൾക്കും ഒപ്പം നിന്നതിനാൽ നിയമവിധേയമാകാതെ പോയ ആ അധാർമികതയെയാണ് എല്ലാവരും നീതി എന്ന പേരിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ആ പ്രഖ്യാപനം വഴി കോൺഗ്രസ് പാർട്ടി അവരുടെ ശിഷ്ട സാധ്യത പോലും ഇല്ലാതാക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സുപ്രീം കോടതിയിൽ ആ ഹർജിയെ ശക്തമായി എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ പരമ്പരാഗതമായ വിവാഹ ജീവിതത്തിനും കുടുംബജീവിതത്തിനും സംരക്ഷണം ഒരുക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച നിലപാടുകൾ ഇന്ത്യയിൽ ധാർമ്മിക നിലവാരം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസം തരുന്നതായിരുന്നു. എന്നാൽ വണ്ടേ നീ ചാകുന്നു, വിളക്കും നീ കെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി അന്ത്യകാല ലക്ഷണമായി വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ഈ മ്ലേച്ഛതയുടെ വ്യാപനത്തെ സഹായിക്കുന്ന നടപടികളുമായി ഇറങ്ങിയത് ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തുള്ള ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തെ കൊല്ലാൻ ശ്രമിക്കുന്നവരെക്കാൾ ആത്മാവിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നവരെ കുറിച്ച് ജാഗ്രത പാലിക്കുക. കാരണം ക്രൈസ്തവ വിശ്വാസിക്ക് വിശ്വാസത്തെ പ്രതി പീഡനം ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അത് വരും കാലങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആത്മാവിനെയും രാജ്യത്തെയും ഒരുപോലെ നശിപ്പിക്കുന്ന തിന്മകളെ രാജ്യത്ത് നിയമവിധേയമാക്കി സോദോമിൻ്റെയും സോദോമിലെ ജനത്തിൻ്റെയും അവസ്ഥ ഇവിടെ സംജാതമാക്കണമോ വേണ്ടയോ എന്ന് കോൺഗ്രസിലെ ദൈവവിശ്വാസികൾ പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപത്തെ നിയമവിധേയമാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി സ്വവർഗഭോഗത്തെ നിയമവിധേയം ആക്കാം എന്ന വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ മത്സരത്തെ ദൈവം ആശീർവദിക്കുമോ? തിരുത്തേണ്ടത് തിരുത്തി ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് തിരികെ വരാൻ കോൺഗ്രസിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.